ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് റിലീജിയൻ, മതം എന്താണെന്നുള്ളത് പഠിച്ചു. മതം എന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സാമൂഹ്യ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് മതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്, ഒറിജിൻ ഓഫ് റിലീജിയൻ. ഈ മതം എന്നത് എപ്പോൾ എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അജ്ഞാതമാണെന്ന് നമുക്ക് പറയാം. ഇതിനെക്കുറിച്ച് പല സമൂഹശാസ്ത്രജ്ഞന്മാർക്കും പല അഭിപ്രായമാണ് ഉള്ളത്. ചില സമൂഹശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മതം രൂപപ്പെട്ടിട്ടുള്ളത് അപരിഷ്കൃത മനുഷ്യന്റെ ഭയത്തിൽ നിന്നും ഭാവനയിൽ നിന്നും അരക്ഷിതത്വ ബോധത്തിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ നിന്നുമാണ് എന്നാണ് പറഞ്ഞത്. ദ റിലീജിയൻ വാസ് ബോൺ ഔട്ട് ഓഫ് primitive man's fear, imagination, sense of insecurity and helpless. അങ്ങനെ ചില സമൂഹശാസ്ത്രജ്ഞന്മാർ പറയുകയുണ്ടായി. അതുപോലെ അപരിഷ്കൃത മനുഷ്യൻ ചില വസ്തുക്കൾക്ക് പ്രകൃത്യാതീതമോ നിഗൂഢമോ ആയ ശക്തികൾ കൽപ്പിച്ചു നൽകിയിരുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മന്ത്രത്തകിട്. ആ മന്ത്രത്തകിട് കൈവശമുള്ളവന് എന്ത് തിന്മയും ചെയ്യാം, എന്തൊരു ഭാഗ്യദോഷത്തെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് അവർക്കുണ്ടാകുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതേപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ആകർഷിക്കാനും അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. പ്രമുഖ സമൂഹശാസ്ത്രജ്ഞനായ E.B. ടൈലർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സർവ്വജീവവാദ സിദ്ധാന്തത്തില് മതത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മതം രൂപപ്പെടുന്നത് ആത്മാവ് എന്ന ആശയത്തിൽ നിന്നാണ്. മരണവും അതേപോലെ തന്നെ സ്വപ്നങ്ങളും അപരിഷ്കൃത മനുഷ്യനെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മരണശേഷം ഒരു ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് കുടിയേറുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പരകായ പ്രവേശം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് കുടിയേറും. ഈ ഒരു വ്യക്തി ഉറങ്ങിക്കിടക്കുന്ന സമയത്തിൽ, ഉറക്കത്തിലാണ് ശരീരത്തിലുള്ള ആത്മാവുമായി ഇത് പാരസ്പര്യത്തിൽ ഏർപ്പെടുന്നത്. അതാണ് പിന്നീട് സ്വപ്നമായി മാറുന്നത് എന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. അപ്പം അതാണ് E.B. ടൈലറുടെ മതത്തെ പറ്റിയുള്ള സിദ്ധാന്തം ഉണ്ടായിരുന്നത്. ഇനി സ്പെൻസറുടെ തിയറി എന്ന് പറയുന്നത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മതത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഭൂതങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. ഭൂതങ്ങളിൽ നിന്നാണ് റിലീജിയൻ രൂപപ്പെട്ടത്. റിലീജിയൻ കം ഔട്ട് ഓഫ് ദ ഐഡിയ ഓഫ് സോൾ എന്നുള്ള ഗോസ്റ്റ് എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് റിലീജിയൻ രൂപപ്പെട്ടത് എന്നാണ് അദ്ദേഹം സ്പെൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിലീജിയൻ കം ഫ്രം ഫിയർ ഓഫ് ഗോസ്റ്റ്. ഭൂതങ്ങളോടുള്ള പേടിയിൽ നിന്നാണ് മതങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പെൻസർ. പരമ്പരാഗത ഭൂതങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യന് പലപ്പോഴും ഇവരെ തൃപ്തിപ്പെടുത്തേണ്ടതായി വരും, ഈ ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അവര് പരേതരായിട്ടുള്ള ഗോത്ര തലവന്മാരെയും ദൈവത്തെ പോലെയാണ് ആരാധിച്ചു പോന്നിരുന്നത്. ഈ ഒരു രീതിയാണ് ആനിമിസം എന്ന് ടൈലറും സ്പെൻസറും മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിൽ പറയുന്നത്, ആനിമിസം. ഇനി അടുത്തത് പറയുന്നത് ഫ്രേസറുടെ തിയറിയാണ്. പ്രകൃതിവാദമായിരുന്നു ഫ്രേസറുടെ സിദ്ധാന്തം ഉണ്ടായിരുന്നത്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരത്തില് പലപ്പോഴും മനുഷ്യനെ പ്രകൃതി പരാജയപ്പെടുത്തിയ സമയത്താണ് കാരുണ്യത്തിനു വേണ്ടി മനുഷ്യൻ പ്രകൃതിയെ ആരാധിക്കാൻ തുടങ്ങിയത് എന്നായിരുന്നു ഫ്രേസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് പറയുന്നത് മാക്സ് മുള്ളർ പറഞ്ഞത് അപരിഷ്കൃത മനുഷ്യന്റെ ബുദ്ധിപരമായ പരാജയത്തിന്മേലാണ് മതത്തിന്റെ ഉൽപ്പത്തി എന്നായിരുന്നു മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രകൃതി ഏറ്റവും അത്ഭുതകരവും അതേപോലെ ഭയാനകവും വിസ്മയകരവുമായാണ് മനുഷ്യന് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തിൽ നിന്നാണ് മതം രൂപപ്പെട്ടത് എന്നായിരുന്നു മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ 4 പേരുടെ കാര്യമാണ് പറഞ്ഞത്. E.B. ടൈലർ, സ്പെൻസർ, ഫ്രേസർ, മാക്സ് മുള്ളർ. അങ്ങനെ 4 സമൂഹശാസ്ത്രജ്ഞന്മാരുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഒരു ഫേമസ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എമിലി ദുർഗീമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ, ഈ 4 സമൂഹശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളെ എല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ മതത്തിനൊരു സമൂഹശാസ്ത്രപരമായ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. എല്ലാ വിശ്വാസങ്ങളും സാമൂഹ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വിശുദ്ധവും അശുദ്ധവും എന്നിങ്ങനെ പ്രവൃത്തികളെ അതേപോലെ തന്നെ വസ്തുക്കളെ എല്ലാം ജനങ്ങൾ രണ്ടായി തിരിക്കുന്നുണ്ട്. ഈ മതം എപ്പോഴും വിശുദ്ധമായതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു വസ്തുവിന്
മറ്റൊരു വസ്തുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ഒരിക്കലും സഹജമായ ഒന്നല്ല എന്നായിരുന്നു എമിലി ദുർഗയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിശുദ്ധം എന്ന് പറയുന്നത് മറ്റൊന്നിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് മാക്സ് വെബറുടെ തിയറിയാണ് പറയുന്നത്. മതത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത്. സാമൂഹികവും സാമ്പത്തികവുമായുള്ള പെരുമാറ്റമായിട്ടുള്ള ബന്ധത്തില് സമൂഹശാസ്ത്രം മതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതായിരുന്നു മാക്സ് വെബർ കാണിച്ചു തരുന്നത്. മുതലാളിത്തത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും എല്ലാം തന്നെ കാൽവിനിസ്റ്റ് ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അവര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് എന്തും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്നും ഈ കാൽവിനിസ്റ്റ് ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലൗകിക വൃത്തികൾ അത് ആരാധനയായി മാറും. അവർ ദൈവഹിതത്തിൽ വിശ്വസിച്ചു. ഒരു വ്യക്തിക്ക് സ്വർഗമോ നരകമോ എന്നുള്ളത് മുൻകൂട്ടി വിധിക്കപ്പെട്ടതാണ് എന്നായിരുന്നു അവര് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ വിധികൾ അറിയാൻ യാതൊരു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല താനും. അതുകൊണ്ട് തന്നെ ഒരാൾ തന്റെ ജോലിയിൽ വിജയം കൈവച്ചാൽ ദൈവം അയാളിൽ സന്തുഷ്ടനാണെന്ന് വിശ്വസിച്ചു. അയാൾ ലഭിക്കുന്ന പണം വിശുദ്ധ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും വേണം. കാൽവിനിസ്റ്റുകൾ കർക്കശവും ലളിതവുമായ ജീവിതമായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അവർ അവരുടെ സമ്പാദ്യം ദൈവാനുഗ്രഹമുള്ള വാണിജ്യത്തിലാണ് നിക്ഷേപിച്ചിരുന്നത്. മുതലാളിത്തത്തിന്റെ ഹൃദയത്തിലായിരുന്നു ഈ നിക്ഷേപം ആശയം എന്നാണ് വെബർ പറഞ്ഞിരുന്നത്. മതം സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മതത്തെ ഒറ്റയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. സാമൂഹ്യ ശക്തികളും രാഷ്ട്രീയ ചർച്ചകളും മതസ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ജനസംഖ്യയിൽ 50% സ്ത്രീകളുടെ മതങ്ങളോടുള്ള മനോഭാവവും സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.